നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി അത് സമാധി ആയതാണോ കൊലപാതകമാണോ അല്ല മിസ്സിങ് ആയതാണോ ഒന്നും ആർക്കും അറിയില്ല. എന്തായാലും കുടുംബം എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ മക്കളുടെയും ഭാര്യയുടെയും പ്രവൃത്തികളൊക്കെ വല്ലാത്ത ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്. ആ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകനോട് അവർ സംസാരിക്കുമ്പം തന്നെ ബൈ ഹാർട്ട് പഠിച്ചതുപോലെ ആദ്യം മുതൽ തുടങ്ങാം, ക്രമമായി തുടങ്ങാം എന്നുള്ള ഒരു രീതിയും, ഇടയിൽ വെച്ച് അമ്മ എന്തെങ്കിലും തുറന്നു പറയുമോ എന്നുള്ള പേടിയിൽ ഒരു മകൻ വന്നിട്ട് അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ട്, അമ്മയ്ക്ക് എത്ര സമയമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ ഓർമ്മപ്പെടുത്തുന്നതും, അതല്ല മോനെ ഇത് മുഴുവനും പറയട്ടെ എന്ന് പറയുന്നതും ഒക്കെ കാണുമ്പോൾ ആ ഭാര്യയുടെ പെരുമാറ്റം കാണുമ്പോൾ കറക്റ്റായിട്ടറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത് എല്ലാവരുടെയും, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല, നാട്ടിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പം തെറ്റിനെതിരെ എല്ലാവരും വിരൽ ചൂണ്ടും. ഈ സമയത്ത് പോലീസുകാരൊക്കെ വന്നപ്പോൾ അതിലൊരു മോൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇത് മുസ്ലിം തീവ്രവാദികളാണ്. എന്ത് സംഭവിച്ചാലും മുസ്ലിം തീവ്രവാദികളെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാരെ മാറ്റി നിർത്തി മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഇപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ട് നന്നായിട്ട്. അതെന്തിനായിരിക്കാം? മതത്തിൻ്റെ പേരിൽ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയായിരിക്കും. ഇതിൽ തന്നെ പോലീസുകാർ വന്നപ്പോൾ ഹിന്ദു ഐക്യവേദിയെന്നോ ഹിന്ദു ഇതെന്നും പറഞ്ഞ് ആൾക്കാർ വന്നിട്ട് ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ലാതെ തെറ്റിനെതിരെ എല്ലാവരും കൂട്ടമായി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം ഇവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ അമ്മയുടെ ശരിക്കും അഭിനയമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓം എന്ന് വിളിക്കുന്നതിന് എന്തോ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ അലറിക്കരഞ്ഞ് ആരെയും അടുപ്പിക്കാത്ത രീതിയിലാണ് ആ അമ്മ പെരുമാറുന്നത്. അവിടെ തന്നെയുള്ള യൂണിയൻ്റെ ഒരു സ്ത്രീയോട് യൂണിയൻ്റെ പൈസ കൊടുത്തു ഈ അമ്പലം പണിയാൻ എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഈ മക്കൾ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ മക്കൾ ശരിയല്ല എന്ന് പറയുമ്പം തന്നെ എന്തോ ഈ സ്വാമിക്ക് സമാധിയായി എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അങ്ങനെ സിമൻ്റൊക്കെ തേച്ച് സമാധി ഇതാക്കി ഒരു പൂവൊക്കെ വെച്ച് അവിടെ വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആളുണ്ടോ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രമാത്രം കഴിവുള്ള മക്കൾ, കാരണം ആത്മാവ് പറന്നു പോകുന്നത്, അച്ഛൻ്റെ ആത്മാവ് പോകുന്നത് കണ്ട മകനുള്ള വീട്ടിലെ അമ്മ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുമ്പോൾ എന്തിനാ ഇത്ര പേടി? അച്ഛൻ സമാധിയായി, മകൻ ആത്മാവ് പറന്നു പോകുന്നത് കാണുന്നു. ഇത്രമാത്രം ദൈവത്തോട് അടുപ്പമുള്ള ഒരു ഫാമിലിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അച്ഛനെ ഇങ്ങനെ ആക്കിയിട്ട് ഈ മക്കൾക്കോ ഈ ഭാര്യക്കോ ഒരു ഒരു തുള്ളി ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ട് നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ ഒന്നും തോന്നുന്നില്ല. അവരെന്തിനെയൊക്കെയോ ന്യായീകരിക്കാനും എന്തിനെയൊക്കെയോ പറഞ്ഞ് അടിച്ച് ആൾക്കാരുടെ മുമ്പിൽ അഭിനയിക്കാനും കളിക്കുന്നതല്ലാതെ സ്വന്തം ഭർത്താവ് സമാധിയായാലും മരിച്ചാലും ഒരാൾ നഷ്ടപ്പെട്ടു പോകുമല്ലേ, അതിൽ മക്കൾക്കോ ഭാര്യക്കോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചിലവർ പറയുന്നത് കേട്ടു, ഈ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ആൾ എത്രയോ ആൾക്കാരെ വെട്ടിയ കേസിൽ പ്രതിയാണ്, അതിനുശേഷമാണ് യൂണിയനിലൊക്കെ വന്ന് ചേർന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ വീട്ടിൽ അയാളൊരു നല്ലൊരു ഗൃഹനാഥനോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അച്ഛനോ ആയിരിക്കില്ലേ. എന്തിനോ വേണ്ടി അദ്ദേഹത്തെ ഇവരെന്തെങ്കിലും ചെയ്തതാണോ എന്ന് തന്നെയാണ്, എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. കാരണം സമാധിയാകാൻ പോകുന്ന ആൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇൻസുലിൻ എടുത്ത് ബി.പിയുടെ ഗുളിക കഴിച്ച് ഇതൊക്കെ കഴിച്ച് ഒരുങ്ങിപ്പോയിരുന്നു സമാധിയാവുമോ? ഒരുങ്ങുന്നത് ഓക്കെ, ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് പോയത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതല്ല, ഗുളികകളൊക്കെ കഴിച്ച് സേഫ്റ്റി ആയിട്ട് പോയിട്ട് സമാധിയാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ലതായിട്ടുള്ളൊരു ദുരൂഹത ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെ നമ്മൾ കാണുന്നത് ഒരാളുടെ വസ്ത്രധാരണം ആയാൽ സമൂഹം നാളെ അത് ഏറ്റെടുക്കും, അല്ലെ അത് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരിത്. അതുപോലെ തന്നെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ഇങ്ങനെയൊരു സംഭവം ചെയ്യുമ്പോൾ അത് പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഓരോ വീട്ടിലും ഇതുപോലെ സമാധിയായാൽ പോരെ. പണ്ടൊക്കെ അനാഥാലയത്തിൽ കൊണ്ടുവിടുന്നതായിരുന്നു ഫാഷൻ, ഇപ്പോൾ സമാധിയായി ഓരോരുത്തരെ ഒഴിവാക്കാൻ നോക്കിയാലോ. ഏതായാലും ഇത് പൊളിക്കാൻ വിടില്ല, അച്ഛൻ്റെ ആത്മാവിന് കേടാണ്, അല്ലേ അച്ഛൻ്റെ ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടി ഇതുപോലെ ഡ്രാമകളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്കോ അല്ല കോടതിക്കോ ഇതിലിടപെടാൻ പറ്റിയില്ല. കാരണം മതത്തിൻ്റെ ഒരു ഇളക്കമായിരിക്കുമല്ലോ. അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും ഇതിനിപ്പം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നലിൽ എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം. അത് പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും
നല്ലതായിട്ട് തന്നെ അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് വിജയിച്ച് അത് പലരുടെയും കൂട്ട് കൊണ്ട് അവർ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. ആ രക്ഷപ്പെടാം എന്നുള്ള ഒരു ഇതിന് ഒരു മതത്തിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാനാണ് ഈ സമയത്തും ഈ സമയത്തും മുസ്ലിം തീവ്രവാദികളാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു 10 പേരത് ഏറ്റെടുത്തെങ്കിൽ അവർക്ക് വിജയിക്കാമല്ലോ. ശരിയാ, മുസ്ലിം തീവ്രവാദികളുടെ പേരിൽ അത് മുസ്ലിങ്ങളാണെന്നല്ല, മുസ്ലിം തീവ്രവാദികളാണെന്നും പറഞ്ഞ് ഒരു മതത്തിൻ്റെ മേൽ ഒരു കുറ്റം ചാർത്തി രക്ഷപ്പെടാൻ എന്തോ അറിയില്ല. ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ മുസ്ലിങ്ങളെ അങ്ങോട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പിടിച്ച് കയറുമല്ലോ എന്നുള്ള വിശ്വാസത്തിലായിരിക്കില്ലേ. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഏത് മതക്കാരെ ആയാലും ഒരു തെറ്റിനെ മറക്കാൻ മറ്റൊരു തെറ്റിനെ ഒരു മതത്തിന് കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിനെ കൈ ചൂണ്ടി പറഞ്ഞ് ഒരു തെറ്റിനെ മറക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് മോശമാണ്. കാരണം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർക്കൊരു വെപ്രാളം. അമ്മ സംസാരിക്കുമ്പോൾ ഇവർക്ക് വെപ്രാളം. അമ്മ സംസാരിക്കുന്ന കേട്ടാലറിയാം അച്ഛൻ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അവർ പറയുന്നതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു പ്രാവശ്യം എന്തോ മോനെ വിളിച്ചിട്ട് വന്നു, പക്ഷേ ഇത് ബോധിപ്പിക്കണ്ടേ, അങ്ങനൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാരെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തത് കൊണ്ടായിരിക്കുമോ. അങ്ങനെയെങ്കിൽ ഇവർ വലിയ അമ്പലം പൂജ എന്നൊക്കെ പറയുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരിയെ വിളിച്ചു കൊണ്ടുവരായിരുന്നില്ലേ. അച്ഛൻ സമാധിയാവുകയാണ്, അപ്പോൾ പിന്നെ നിങ്ങളും കൂടി വേണം, മകനേക്കാളും പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു പൂജാരിനെയെങ്കിലും ഒരു തെളിവിനായിട്ട് അവർക്ക് വെക്കാമല്ലോ. അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. എന്തായാലും ഏത് സാഹചര്യത്തിലായാലും ഇത് തെളിയിക്കുക തന്നെ വേണം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഗോപൻ സ്വാമിയുടെ തിരോധാനം. അത് മിസ്സിംഗ് ആണോ, അല്ല ഇവർ കൊന്നു കുഴിച്ചു മൂടിയതാണോ, അല്ല സമാധിയായതാണോ, എന്താണെങ്കിലും സത്യം തെളിയട്ടെ.